ഇതാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. മണിത്തക്കാളി, മണത്തക്കാളി, കരിത്തക്കാളി, അങ്ങനെ കുറേ പല പേരുകളിൽ ഇത് അറിയപ്പെടും കേട്ടോ. ഇതിന് നല്ല ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലയും പൂവും കായും എല്ലാം ഉപയോഗയുക്തമായിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് വായിലയും വയറ്റിലൊക്കെ ഉള്ള അൾസറിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നു. വൃക്ക രോഗങ്ങൾക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ വിരശല്യത്തിന് ഇത് വളരെ അത്യുത്തമാണെന്ന് പറയുന്നുണ്ട്. ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് പഴുക്കും. ഇപ്പോൾ പഴുത്തിട്ടില്ല. പഴുത്ത ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറും, ഈ പച്ച നിറം മാറിയിട്ട്. അപ്പോൾ അത് കഴിക്കാം. ചെറിയൊരു പുളി, പ്രത്യേകിച്ച് വേറെ ടേസ്റ്റുകളൊന്നുമില്ല, കഴിക്കാൻ ബുദ്ധിമുട്ടില്ല, അങ്ങനെ കഴിക്കാവുന്നൊരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ച് വളർത്തിയെടുക്കേണ്ട ഒരു ചെടിയാണ്. വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു ചെടി തന്നെയാണ്.